ഒരു തനി നാടൻ ചായക്കടയിൽ നിന്ന് ചായയും ചൂട് പഴംപൊരിയും കഴിച്ചുകൊണ്ട് KSRTC ബസ്സിൽ ഒരു വനയാത്ര പോയാലോ? ഇതാണ് വിതുരയിൽ നിന്നും പേപ്പാറ വനത്തിലെ പൊടിയക്കാല ട്രൈബൽ സെറ്റിൽമെന്റിലേക്ക് സർവീസ് നടത്തുന്ന വിതുര ഡിപ്പോയുടെ ബസ്. ഈ ബസ്സിന്റെ വൈകിട്ട് 5 മണിക്കുള്ള ട്രിപ്പിലാണ് എൻ്റെ ഈ യാത്ര. പേപ്പാറ ഡാം റൂട്ടിലൂടെ യാത്ര ചെയ്ത് ആദ്യം മീനാങ്കൽ എന്ന സ്ഥലത്തെത്തുന്നു. അവിടെ നിന്ന് മടങ്ങി വരുന്ന വഴിയിലാണ് ഈ ട്രിപ്പിന്റെ ടീ ബ്രേക്ക്. എല്ലാ ദിവസവും ടീ ബ്രേക്ക് ഉണ്ടാവണമെന്നില്ല, സമയമുണ്ടെങ്കിൽ മാത്രമേ ബ്രേക്ക് എടുക്കാറുള്ളൂ. ഗ്രാമപ്രദേശങ്ങളിൽ മാത്രം കാണാറുള്ള ഇത്തരം നാടൻ ചായക്കടകളിൽ നിന്നുള്ള ചായകുടി ചായപ്രേമികൾക്കും യാത്രാപ്രേമികൾക്കും ഒരിക്കലും മറക്കാനാകാത്ത മനോഹരമായ നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത്. വിറകടുപ്പിൽ തയ്യാറാക്കുന്ന നല്ല സൈസുള്ള ടേസ്റ്റിയായ പഴംപൊരിയും കഴിച്ച് അവരോട് യാത്ര പറഞ്ഞ് വനത്തിലേക്കുള്ള ബസ് യാത്ര തുടർന്നു. പേപ്പാറ ഡാം റോഡിലേക്ക് കയറി കുട്ടപ്പാറ ചെക്ക് പോസ്റ്റും കടന്ന് പേപ്പാറ വന്യജീവി സങ്കേതത്തിലേക്ക് യാത്ര തുടർന്നു. അക്കേഷ്യ മരങ്ങളുടെ പ്ലാന്റേഷൻ കടന്ന് സുന്ദരിമുക്ക് ചെക്ക് പോസ്റ്റ് കടന്നാണ് ബസ് പൊടിയക്കാല റൂട്ടിലേക്ക് പ്രവേശിക്കുന്നത്. കോൺക്രീറ്റ് പാതയിലൂടെയും ചില സ്ഥലങ്ങളിൽ മൺപാതയിലൂടെയുമാണ് യാത്ര. പ്ലാന്റേഷനിലൂടെ തന്നെയാണ് കുറച്ചു ദൂരം പോകുന്നത്. കാട്ടാനകളും കാട്ടുപോത്തുകളും ഏത് നിമിഷവും ബസ്സിന് മുന്നിൽ വന്നേക്കാവുന്ന സ്ഥലങ്ങളാണിതൊക്കെ. ഏതാണ്ടൊരു ഓഫ് റോഡ് എന്ന് പറയാവുന്ന ഇത്തരം പാതകളിലൂടെ ഒരു KSRTC ബസ് സർവീസ് നടത്തുന്ന ചുരുക്കം ചില റൂട്ടുകളിലൊന്നാണ് ഇത്. ബസ്സിലെ ഡ്രൈവർ അരുൺ സാറിൻ്റെയും കണ്ടക്ടർ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെയും പൊടിയക്കാല ഡ്യൂട്ടിയിലെ അനുഭവ കഥകൾ കേട്ടുകൊണ്ടാണ് യാത്ര. പേപ്പാറ വനത്തെ വിറപ്പിച്ച കൊലകൊല്ലി എന്ന ഒറ്റയാൻ കാട്ടുകൊമ്പൻ പ്രധാനമായും വിഹരിച്ചിരുന്ന ഭാഗങ്ങളായിരുന്നു പൊടിയക്കാല ഗ്രാമവും ഈ വനമേഖലകളും. അങ്ങനെ 8 കിലോമീറ്ററോളം ദൂരം വരുന്ന വനയാത്ര പൊടിയക്കാലയിലെത്തി. ഇവിടെ ഒരു 10 മിനിറ്റ് ബ്രേക്കിന് ശേഷം ബസ് മടക്കയാത്ര ആരംഭിച്ചു. പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പൊടിയക്കാല റൂട്ടിലേക്ക് കടക്കാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഏരിയ കാണാൻ പുറത്തുനിന്ന് വരുന്നവർക്ക് KSRTC ബസ്സാണ് ഒരേ ഒരു ഓപ്ഷനുള്ളത്. വെറും 50 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ട്രിപ്പ് പൂർത്തിയാക്കാം. ബസ്സിൻ്റെ സമയവിവരങ്ങൾക്കായി KSRTC വിതുര ഡിപ്പോയുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ യാത്രയുടെ ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാം. ഇതുപോലെയുള്ള മറ്റൊരു യാത്രയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.